ഇതൊരു മീനച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാനവിടെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമുള്ള തൂക്കമാണ് പറയുന്നത്. 1 കിലോ ഉണ്ട്. ഏകദേശം അത്യാവശ്യം വലിപ്പമുള്ളൊരു വലിയൊരു ചൂര തന്നെയായിരുന്നു. എൻ്റെ തലയും മുള്ളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഒരു ഫ്ലഷ് മാത്രമായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞൊന്ന് എടുക്കണം. ചെറിയ ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതാ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 തൊട്ട് 3 ടീസ്പൂൺ വരെ ആകാം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ അതൊരു 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഈ ഒരു മാരിനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ജസ്റ്റ് ഒരു അരമണിക്കൂർ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ഉടനെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താലും മതി. ചെറിയ പീസ് ആയതുകൊണ്ട് മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ചിട്ടും. അതുപോലെ തന്നെ ഈ ഒരു മസാലകൾ വളരെ കുറച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇതാ കണ്ട ഈ ഒരു പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഒരുപാട് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ഫ്രൈ ആക്കുന്ന എണ്ണ ഉണ്ടല്ലോ അത് ഒരുപാട് അതിൻ്റെ പൊടിയൊക്കെ വന്നിട്ട് കരിഞ്ഞ് വേറൊരു ടേസ്റ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഇതാ ഒരു കടായി ഒന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം അതിലേക്ക് 1 തൊട്ട് 2 കപ്പ് വരെ ആകാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൂർണ്ണമായിട്ട് നമുക്കിത് വേണമെങ്കിൽ നല്ലെണ്ണയിൽ തയ്യാറാക്കിയെടുക്കാം. നല്ലെണ്ണ ചെയ്യുമ്പം ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും. വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം മാത്രമേ പുറത്തോട്ട് വെച്ചിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ അടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വെച്ചിരിക്കണമെന്നുള്ളതനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ദിവസമൊന്നും അങ്ങനെ ഇരിക്കില്ല. ഇങ്ങനെ ചരക്ക പെട്ടെന്ന് തീർന്നു പോകുന്ന ഐറ്റമാണേ. അപ്പോൾ ഞാനത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം പകുതി ആ ഒരു മീൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിടരുത്, കുറച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഞാൻ ഇവിടെ 2 ബാച്ചായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അത്യാവശ്യം കൂടുതൽ എണ്ണ ഒഴിച്ചതുകൊണ്ട് തന്നെ 2 ബാച്ചായിട്ട് ഞാൻ അത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് ഇട്ടു, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാ മീനും അങ്ങനെ വിട്ട് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് 2 സൈഡും നില മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫിഷ് ഫ്രൈ. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. എല്ലാ മീനും കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ ഈ ഫിഷിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങും. അപ്പം ഒരു കൺസിസ്റ്റൻസി വേറെ നല്ലോണം സോഫ്റ്റായി പോകും, പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും. അപ്പോൾ അടുത്ത ബാച്ച് ഞാൻ അതായിട്ടിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ അത് അടുത്ത ഫിഷും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇത്രയും ഓയിൽ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു അച്ചാർ നമുക്ക് നല്ലെണ്ണയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തത് വെളിച്ചെണ്ണയിലാണെങ്കിലും നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നതുണ്ടല്ലോ നല്ലെണ്ണയിൽ ചെയ്താലും നല്ലതായിരിക്കുമേ. അപ്പോൾ ഞാനത് വെളിച്ചെണ്ണ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പകുതി ഓയിലൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി പകുതിയിലിട്ട് ഒരു 1.5 ടീസ്പൂണോളം കടുക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചില്ല അത് ചേർത്ത് കൊടുക്കും. ഒരു 3/4 കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും ചേർക്കണം നമ്മൾ, എങ്കിലേ ആ ഒരു നല്ലൊരു ടേസ്റ്റും ഫ്ലേവർക്ക് നന്നായിട്ട്. എപ്പോഴും നമ്മൾ നോൺ വെജിന് ഇങ്ങനെയുള്ള ഐറ്റംസ് കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോൾ അതിന് പ്രത്യേക ഒരു സ്വാദായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതാ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കണം. ഒരു മുരിഞ്ഞ് വരണം, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം കേട്ടോ എണ്ണയിൽ കിടന്നിട്ട്. കാരണം നമ്മളിത് കുറച്ച് നാളൊക്കെ കൂടുതൽ ദിവസം വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചീത്തയായി പോകാതിരിക്കാനും പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കറക്റ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാനായിട്ട് നന്നായിട്ട് അതിനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തെടുക്കും. കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ പേജിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പല മസാലയൊക്കെ വെച്ചിട്ട് പല രീതിയിൽ ഞാൻ തയ്യാറാക്കി എടുക്കുന്ന അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടംപോലെ നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിൾ വെർഷനാണ്. നമ്മൾ സാധാരണ ഒരു നോർമൽ മീനച്ചാർ അത്ര മാത്രമേ ഉള്ളൂ. അല്ല സ്പെഷ്യൽ എൻ്റെ ഒരു കൈന്നിട്ടുള്ള മസാല അങ്ങനെയൊന്നുമില്ല. ഞാൻ പിന്നെ എക്സ്ട്രാ ചേർക്കുന്നത് കുറച്ച് പെരിഞ്ചീരകം ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഫ്ലേവർ നല്ലതായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ഞാൻ ആ ഒരു എണ്ണ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, അത് ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറവായിരുന്നു. എപ്പോഴും അച്ചാറൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് എണ്ണ ഉള്ളതാണ് നല്ലത്. ഒരു പ്രിസർവേറ്റീവ്സ് പോലെയാണ് കേട്ടോ. പൂപ്പലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും എണ്ണയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അച്ചാറൊന്നും കൂടുതൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്. അതിൽ നമ്മൾ കൂടുതലായിട്ട് ഉപ്പും പുളിയും ഒരു എണ്ണയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് അച്ചാർ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വന്നിട്ട് ചില ആൾക്കാർ കമൻ്റ് ഇടും ഓയിൽ കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇല്ലാതെ വേണമെങ്കിൽ തയ്യാറാക്കാം, അതൊന്നും വിഷയമില്ല. വേണമെങ്കിൽ ഉപ്പിലിട്ട് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. മീനിൻ്റെ കാര്യമില്ല, മറ്റുള്ള അച്ചാറിൻ്റെ കാര്യമാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ ഒരു പെരിഞ്ചീരകം ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ കല്ലിലിട്ടിട്ട്. അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പൊടിച്ചതും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു പാകമൊക്കെ ഒന്ന് എത്തി വരുന്നുണ്ട് കണ്ടോ. നന്നായിട്ട് ഇതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് മാറി തെളിഞ്ഞ് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിലേക്ക് നന്നായിട്ട് ഇതാ ഫ്രൈ ആയി വന്നു. ഇനി നമുക്കിതിലേക്കുള്ള
പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ഒരു 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരെ ആക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ്. അധികം എരിവുള്ള മുളക് പൊടി ഈ ഒരു ടൈമിൽ ചേർക്കണ്ട, അച്ചാർ ഒരുപാട് അങ്ങ് എരിവായി പോകും. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്തെടുക്കാം. ഈ ഒരു മുളക് പൊടി എന്ന് പറഞ്ഞാൽ കുറച്ച് കളറും ഉണ്ട്, അത്യാവശ്യം കുറച്ച് എരിവുണ്ട് കേട്ടോ. പിരിയ മുളകിൻ്റെ ഒരു പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഈ ഒരു മുളക് പൊടിക്ക്. അപ്പോൾ അത്രയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കണേ. കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ചിട്ട് ആ പൊടികളൊക്കെ ചേർത്ത് ഒന്ന് അതിൻ്റെ ഒരു പച്ച ചുവ ഒന്ന് മാറി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ അവിടെ ഒരു കപ്പോളം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിനാഗിരിയും അത്രയും ചേർക്കണം, ആ ഒരു പുളിപ്പും കറക്റ്റായിട്ട് കിട്ടണം. അതുപോലെ തന്നെ ചീത്താവാതേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരു ദിവസം ഇപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമുക്ക് കഴിച്ച് തീർക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ വിനാഗിരി കുറച്ച് മാത്രം ചേർത്തിട്ട് നമുക്ക് കഴിച്ച് കുറേ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിച്ച് തീരുമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എടുക്കുമ്പോൾ അതങ്ങ് തീരും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കാം. അപ്പോൾ കുറച്ച് നാളൊക്കെ സൂക്ഷിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ അത്രയും വിനാഗിരി ചേർത്തെടുക്കാം കേട്ടോ. 1 തൊട്ട് 1.5 കപ്പ് വരെയൊക്കെ ആകാം. പിന്നെ കുറച്ചൊരു ഗ്രേവി ടൈപ്പ് പോലെ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വിനാഗിരി ഒന്ന് തിളപ്പിച്ച് 1/2 കപ്പ് വെള്ളത്തിലോട്ട് ഒരു 1/4 കപ്പ് വിനാഗിരി ഒന്ന് തിളപ്പിച്ച് അത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒന്നും കൂടെ കുറച്ച് ഗ്രേവി പോലെ ഒന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനൊന്ന് ആക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഇത് അടുത്ത ദിവസം ആകുമ്പം ഒന്നും കൂടെ ആ ഒരു ചാർക്കൊന്ന് ഇറങ്ങിയിട്ടും വേറൊരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല, വിനാഗിരി മാത്രം 1 കപ്പ് ചേർത്തിട്ട് എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം, ഉപ്പും പുളിയൊക്കെ പാകമാണോ. പിന്നെ അതുപോലെ തന്നെ കായത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലും. കായം ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, നിർബന്ധമില്ല കായം ചേർക്കണമെന്നെങ്കിൽ. ഒരു അച്ചാറൊക്കെ അല്ല, അപ്പോൾ എന്തായാലും ഉലുവയുടെയും കായത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വേണം. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ കായപ്പൊടി കുറച്ചൊരു സ്മെല്ലൊന്ന് കുറവായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ വീണ്ടും ഞാൻ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ബാക്കി പുളിയും കാര്യങ്ങളൊക്കെ പാകമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നല്ലോണം നമ്മൾ കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് സൂക്ഷിക്കാം. ആദ്യത്തെ ഒരു 5-6 ദിവസം നമുക്ക് വേണമെങ്കിൽ പുറത്ത് വെച്ചിരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും അച്ചാർ. അതിനുശേഷം വേണമെങ്കിൽ നമുക്കടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ അത്രയും ദിവസമൊന്നും പോകില്ല. 5-ാമത്തെ ദിവസം ആകുമ്പം ഈ വീട്ടിലെന്ന് വെച്ചാൽ ബോട്ടിൽ കാലിയായിരിക്കും മീനച്ചാറിൻ്റെ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും ഉച്ചത്തെ ലഞ്ചിനും മെയിനായിട്ട് നമ്മൾ എടുക്കും. പിന്നെ ഡിന്നറിനും എല്ലാത്തിനും ഈ ഒരു മീനച്ചാറ് സൈഡ് ഡിഷ് പോലെ സൈഡിൽ കാണും. ഇപ്പോൾ ദോശയ്ക്കായിരുന്നാലും ചപ്പാത്തിക്കായിരുന്നാലും പുട്ടിനായിരുന്നാലും എല്ലാത്തിനും ഒരു സൈഡ് ഡിഷ് പോലെ സൈഡിൽ ഒരു കറിയുടെ ഒരു പാകത്തിന് മീനച്ചാറും ഇങ്ങനെ കോരി വെച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു 3-4 ദിവസത്തിനകം നമ്മളെ വീട്ടിൽ കാലിയായി പോകുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു കുഞ്ഞ് റെസിപ്പിയും ഒരു സിമ്പിൾ ഒരു മീനച്ചാറാണ് കേട്ടോ ഞാൻ ഇപ്പം കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.